പരാതി നൽകിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ ആരോപണവുമായിട്ട് വീട്ടമ്മ എത്തിയത് ഗൂഢാലോചനയാണെന്നാണ് ആരോപണം ഉയർന്നത്. സുജിത് ദാസും വിനോദ് കുമാറും ബലാത്സംഗം ചെയ്തു എന്ന വീട്ടമ്മ നേരത്തെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. സംഭവം പുറത്തു പറയരുത് എന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അങ്കിളാണെന്നും പറഞ്ഞു. പിന്നീട് വീണ്ടും പീഡിപ്പിച്ചു. അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. ഈ കേസിൽ എടുത്ത FIR ആണ് ഹൈക്കോടതി റദ്ദാക്കുന്നത്. ഈ പരാതിക്ക് പിന്നിൽ PV അൻവർ MLA-യും റിപ്പോർട്ടർ TV-യുമാണെന്നാണ് പ്രതികളായ പോലീസുകാർ ആരോപിച്ചിരുന്നത്. ഈ വാദങ്ങളെല്ലാം ചർച്ചയിൽ നിലനിൽക്കുമ്പോഴാണ് കേസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. നിർണായക നടപടികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത്. പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. SP-യും DYSP-യും CI-യും ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതി. ഇതിനെതിരെയാണ് ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഈ ഹർജിയിലാണ് കോടതിയുടെ വിധി. എന്നാൽ കേസിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള ഹർജി നിലനിൽക്കുന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസാണ് റദ്ദാക്കുന്നത്. ഈ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് യുക്തമായ നടപടിയെടുക്കാം. ഡിവിഷൻ ബെഞ്ച് തീരുമാനം നടപടിയും സ്വാധീകരിക്കരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചു എന്നാണ് വീട്ടമ്മയുടെ പരാതി ഉണ്ടായിരുന്നത്. പരാതിയിൽ തുടർ നടപടി ഉണ്ടാകുന്നതോടെ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 10 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. ഈ കേസിൽ സർക്കാർ നിലപാടും പോലീസുകാർക്ക് അനുകൂലമായിരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ പരാതി വ്യാജമാണെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു ഇവർ. പരാതി കേൾക്കാൻ വീട്ടിൽ വന്ന വിനോദ് വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. ഇതിനെതിരെ പരാതിയുമായിട്ട് താനൂർ DYSP PV ബെന്നിയെ കണ്ടു. ബെന്നി കടന്നു പിടിച്ചു. ഈ 2 സംഭവങ്ങൾക്കെതിരെയും പരാതി നൽകാൻ SP ആയിരുന്ന സുജിത് ദാസ് ബന്ധപ്പെട്ടു. സുജിത് ദാസ് ആഡംബരക്കാരിലെത്തി ചങ്കുവെട്ടിയിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നും പരാതിക്കാരി ആരോപിക്കുന്നു. സുജിത് ദാസിനെതിരെ PV അൻവർ രംഗത്തെത്തിയതോടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ ധൈര്യം ലഭിച്ചത്. PV അൻവറോട് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു. എന്നാൽ PV അൻവറിന്റെ സമ്മർദ്ദമാണ് പരാതിക്ക് പിന്നിലെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് DYSP VV ബെന്നിയും സസ്പെൻഷനിലുള്ള SP സുജിത് ദാസും പ്രതികരിച്ചിരുന്നു. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പരാതിയാണെന്നാണ് ബെന്നി പ്രതികരിച്ചത്. പരാതിക്കാരി പൊന്നാനി CI-ക്കെതിരെ പരാതി നൽകിയിരുന്നു. താൻ അന്വേഷിച്ച പരാതിയിൽ അവർ ഉദ്ദേശിച്ച നടപടി ഉണ്ടാവാത്തതിനാലാണ് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നും ബെന്നി പറഞ്ഞു. ആരോപണത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നും CBI അന്വേഷണം വേണമെന്നും സുജിത് ദാസും പ്രതികരിച്ചു. പരാതി ഉയർന്ന ആദ്യഘട്ടം മുതലേ ഇതിൽ ചില അസ്വാഭാവികതകൾ ഉയർന്നിരുന്നു. സ്ഥിരം പരാതി നൽകാൻ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തി വ്യക്തിവൈരാഗ്യം തീർക്കുമെന്ന തരത്തിൽ ചില ഇടപാടുകൾ നടത്തി എന്ന ആക്ഷേപവും അതിനായി ചില മാധ്യമങ്ങൾ ഒത്താശ ചെയ്തു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി വിധിയെ കാണേണ്ടത്.